നമസ്കാരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച 25 വിദേശ പൗരന്മാരാണിപ്പോൾ ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ വാർത്തയുടെ ആഴം പരിശോധിച്ചാൽ രാജ്യസുരക്ഷയെയും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെയും എത്രത്തോളം വികലമായാണ് ചിലർ കൈകാര്യം ചെയ്യുന്നത് എന്നത് വ്യക്തമാകും. ചെന്നൈ മധുര വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ വിഭാഗം നടത്തിയ അതിശക്തമായ പരിശോധനയിലാണ് ഈ നാടകീയമായ അറസ്റ്റ് അരങ്ങേറിയത്. പാസ്പോർട്ട് പരിശോധിക്കുന്നതിനിടയിൽ ഇവരുടെ വിരലിലെ തെരഞ്ഞെടുപ്പ് മഷി ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെട്ടതാണ് ഈ വൻ കള്ളി വെളിച്ചത്താകാൻ കാരണമായത്. പിടിയിലായവരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിച്ച തമിഴ്നാട്, പുതുച്ചേരി സ്വദേശികളാണ്. എന്നാൽ ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യം പിടിയിലായവരിൽ ശ്രീലങ്കൻ പൗരന്മാരും ഉണ്ട് എന്നതാണ്. വിദേശ പാസ്പോർട്ട് കൈവശമുള്ള ഇവർ ഏപ്രിൽ 23 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരു ഭയവുമില്ലാതെ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് 15 പേരും മധുര വിമാനത്താവളത്തിൽ നിന്ന് 2 പേരും ഉൾപ്പെടെയുള്ളവരാണ് പ്രാഥമിക ഘട്ടത്തിൽ പിടിയിലായവർ. ഇവരെ തമിഴ്നാട്, പുതുച്ചേരി ക്രൈംബ്രാഞ്ച് വിഭാഗത്തിൽ കൈമാറി കഴിയുകയും ചെയ്തു. ജനാധിപത്യ നിയമപ്രകാരവും മറ്റ് കടുത്ത ക്രിമിനൽ വകുപ്പുകൾ പ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എങ്കിലും ഇവർ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് എന്നത് ഈ കേസിന്റെ ഗൗരവം കുറയ്ക്കുന്നതല്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയധികം കർശനമായ പുനഃപരിശോധനകൾ നടത്തിയിട്ടും വിദേശ പൗരന്മാർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചത് എങ്ങനെയെന്നത് വലിയൊരു ചോദ്യമാണ്. ഇത് വെറുമൊരു വോട്ട് ചെയ്യൽ മാത്രമല്ല, കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു സുരക്ഷാ വീഴ്ച കൂടിയാണ്. ഇവരുടെ പക്കൽ എങ്ങനെയാണ് ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ എത്തിയത്? ആരാണ് ഇവർക്ക് ഇതിനുള്ള ഒത്താശ ചെയ്തത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ കേന്ദ്ര ക്രൈംബ്രാഞ്ചും ഇമിഗ്രേഷൻ വിഭാഗവും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതിർത്തി കടന്നു വരുന്ന കള്ളന്മാരെയും തീവ്രവാദികളെയും തടയാൻ നമ്മുടെ ജവാന്മാർ അതിർത്തിയിൽ ചോരയൊഴുക്കുമ്പോൾ ഇവിടെ വോട്ടർ പട്ടികയിലൂടെ വിദേശികൾ നുഴഞ്ഞു കയറി വോട്ട് ചെയ്ത് മടങ്ങുന്നു. ഇരട്ട പൗരത്വം പാടില്ലെന്ന് നമ്മുടെ ഭരണഘടന പച്ചയ്ക്ക് പറയുമ്പോഴാണ് വിദേശ പാസ്പോർട്ടും പോക്കറ്റിലിട്ട് വന്ന് ചിലർ ഇവിടെ ജനാധിപത്യം വിഴുങ്ങാൻ നോക്കുന്നത്. വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുമ്പോൾ ഇവിടെ ചിലർക്ക് നെഞ്ചിടിപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കാരണം അങ്ങനെ ഒരു സുതാര്യത വന്നാൽ ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകൾ ഒലിച്ചു പോകും. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും ചില പ്രത്യേക രാഷ്ട്രീയ തമ്പുരാന്മാർക്ക് അധികാരം നിലനിർത്താൻ വിദേശികളുടെ കള്ളവോട്ട് പോലും വേണമെന്ന അവസ്ഥ ദയനീയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഈ മണ്ണിലെ പൗരന്മാരാകണം, അല്ലാതെ വോട്ട് ചെയ്ത് കഴിഞ്ഞുടൻ വിദേശത്തേക്ക് മുങ്ങുന്ന കള്ളന്മാരാകരുത്. ഈ തട്ടിപ്പിന് കുടപിടിച്ച പ്രാദേശിക ഉദ്യോഗസ്ഥരെയും അവരുടെ പിന്നിലെ രാഷ്ട്രീയ യജമാന്മാരെയും പുറത്തു കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസികൾ തന്നെ രംഗത്തിറങ്ങണം. ഈ കേസിൽ ഇവർക്ക് ജാമ്യം കൂടി കിട്ടിയിരിക്കുകയാണ്. ഇവരെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കാതെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇവറ്റകളെ അകത്തിടുകയാണ് വേണ്ടത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ പൗരന്മാർക്ക് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാജ്യത്ത് ഇരട്ട പൗരത്വം അനുവദനീയമല്ല. ഒരു ഇന്ത്യൻ പൗരൻ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്ന നിമിഷം മുതൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം അതോടൊപ്പം വോട്ടവകാശവും റദ്ദാക്കപ്പെടുന്നു. എന്നാൽ വിദേശ പൗരത്വം നേടിയ ശേഷവും പലരും തങ്ങളുടെ പഴയ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും വോട്ടർ ഐഡിയും ഒളിപ്പിച്ചു വയ്ക്കുകയും അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ ഒരു കേന്ദ്രീകൃത സംവിധാനമില്ലാത്തത് വലിയൊരു പോരായ്മയായി തുടരുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥികളുടെയും വിദേശത്ത് സ്ഥിരതാമസമാക്കിയ തമിഴ് വംശജരുടെയും സ്വാധീനം വളരെയധികം വലുതാണ്. പല പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിതമാക്കാൻ വേണ്ടി ഇത്തരം ആളുകൾക്ക് വ്യാജരേഖകൾ ചമച്ച് നൽകാൻ ഒത്താശ ചെയ്യുന്നുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. വോട്ടർ പട്ടിക പുതുക്കുന്ന സമയത്ത് കൃത്യമായ ഫീൽഡ് പരിശോധന നടക്കാത്തതാണ് വിദേശ പൗരന്മാർ ലിസ്റ്റിൽ തുടരാൻ കാരണം. ഈ കേസ് ഒരു തമിഴ്നാട് പോലീസിന്റെ മാത്രം അന്വേഷണ പരിധിയിൽ ഒതുക്കേണ്ട ഒന്നല്ല. കാരണം ഇതിൽ വിദേശ പൗരന്മാരും അന്താരാഷ്ട്ര ബന്ധങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ആയ IBയും ദേശീയ അന്വേഷണ ഏജൻസിയായ NIAയും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ സുതാര്യമാക്കാൻ ചില നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. ആധാർ കാർഡും വോട്ടർ ഐഡിയും തമ്മിൽ പൂർണ്ണമായും ബന്ധിപ്പിക്കുക. വിദേശ പൗരത്വം മറച്ചുവെക്കാൻ പാസ്പോർട്ട് ഓഫീസുകളും
ഏജൻസികളും ഇമിഗ്രേഷൻ വകുപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി തത്സമയം വിവരങ്ങൾ പങ്കുവയ്ക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനവും കർശനമായ ഉത്തരവാദിത്വവും നിശ്ചയിക്കുക. ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനം വഴി വോട്ടർമാരുടെ നിലവിലെ പൗരത്വ നില പരിശോധിക്കുക. ഒരു വിദേശ പൗരൻ ഇന്ത്യയിൽ വോട്ട് ചെയ്യുമ്പോൾ അയാൾ ഈ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള വിദേശ ഇടപെടലുമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും തമിഴ്നാട് പോലുള്ള അതിർത്തി പങ്കിടുന്ന തീരദേശ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രവണതകൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ കർശനമായ പുനഃപരിശോധനകൾ നടത്തിയിട്ടും ഇത്തരം സംഭവമുണ്ടായത് ഭരണ സംവിധാനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ്. ഇനിയെങ്കിലും ഇത്തരം ക്രിമിനലുകൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണം. വിദേശ പൗരന്മാർ കേവലം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചവരല്ല. ബ്രിട്ടൻ, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ ഇരുന്ന് ഭാരതത്തിന്റെ ആഭ്യന്തര നയങ്ങളെയും വികസന കുതിപ്പിനെയും അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ വലിയൊരു ശൃംഖല ഇതിന് പിന്നിലുണ്ട്. ഭാരതത്തിൽ ഒരു ദേശീയ സർക്കാർ അധികാരത്തിൽ തുടരുന്നത് തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കരുതുന്ന ലോബികൾ വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ കോടികളാണ് ഒഴുക്കുന്നത്. പ്രാദേശിക തലത്തിൽ വോട്ട് ബാങ്ക് മാത്രം നോക്കി ജീവിക്കുന്ന ചില രാഷ്ട്രീയ ശക്തികൾ ഈ പണക്കൊഴുപ്പിൽ വീണുപോകുന്നുമുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. അനധികൃതമായി രാജ്യത്ത് തുടരുന്ന ശ്രീലങ്കൻ സ്വദേശികൾക്ക് വോട്ടർ ഐഡിയും ആധാർ കാർഡും സംഘടിപ്പിച്ചു നൽകാൻ ചെന്നൈയിലെയും മധുരയിലും ചില പ്രാദേശിക ഭരണകൂട ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. പണവും സ്വാധീനവും ഉപയോഗിച്ച് വില്ലേജ് ഓഫീസുകൾ മുതൽ തെരഞ്ഞെടുപ്പ് വിഭാഗം വരെയുള്ള സംവിധാനങ്ങളെ ഇവർ വിലക്കെടുക്കുന്നു. വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ മരണപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ വിദേശത്ത് സ്ഥിരതാമസമാക്കിയവരുടെയോ പേരുകൾ നീക്കം ചെയ്യാതെ ആ സ്ഥാനത്ത് ഇത്തരം വിദേശികളെ തിരികെ കയറ്റുന്ന തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. കേന്ദ്ര സർക്കാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ വേണ്ടി ആധാർ കാർഡും വോട്ടർ ഐഡിയും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ അതിനെതിരെ രാജ്യത്ത് വലിയ തോതിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു. പൗരന്മാരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ബാലിശമായ ന്യായങ്ങൾ പറഞ്ഞാണ് അന്ന് പ്രതിപക്ഷം സുപ്രീം കോടതി വരെ എത്തിച്ചത്. എന്നാൽ ആ എതിർപ്പുകളുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഈ വിമാനത്താവള അറസ്റ്റിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ബയോമെട്രിക് വിവരങ്ങൾ അടങ്ങിയ ആധാർ വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിച്ചാൽ ഒരൊറ്റ വിദേശിക്കും വ്യാജ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഒരാൾ വിദേശ പൗരത്വം സ്വീകരിച്ച് പാസ്പോർട്ട് മാറുമ്പോൾ തന്നെ ആ വിവരം കേന്ദ്രീകൃത ഡാറ്റാബേസ് വഴി തിരിച്ചറിയാൻ സാധിക്കും. ഈ കള്ളത്തരം പുറത്താകുമെന്ന് ഭയന്നാണ് പല പ്രാദേശിക പാർട്ടികളും ഈ പരിഷ്കരണത്തെ നഖശിഖാന്തം എതിർത്തത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ഇത്തരം കപട ജനാധിപത്യവാദികളെ ജനമധ്യത്തിൽ തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ നിലവിലെ ഭരണാധികാരികൾ ഇത്തരം ദേശവിരുദ്ധ പ്രവണതകൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ വേണ്ടി തമിഴ് വംശീയതയുടെ പേര് പറഞ്ഞ് വിദേശ പൗരന്മാരെയും അഭയാർത്ഥികളെയും അനധികൃതമായി സംരക്ഷിക്കുന്ന നയമാണ് അവർ സ്വീകരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ വന്ന് പരിശോധിക്കുമ്പോൾ മാത്രം ഇത്തരം അട്ടിമറികൾ പുറത്തു വരുന്നു എന്നത് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരാജയത്തെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ അറിവോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. തമിഴ്നാട് തീരപ്രദേശം വഴി നടക്കുന്ന സ്മഗ്ലിങ്ങും മറ്റ് അനധികൃത ഇടപാടുകളും പോലെ തന്നെ അപകടകരമാണ് ഈ വോട്ട് തട്ടിപ്പും. ഒരു വിദേശ രാജ്യത്തിന്റെ പാസ്പോർട്ടുമായി വന്ന് ഇവിടുത്തെ ജനങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? ജനവികാരം തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് മനസ്സിലാകുമ്പോൾ ഇത്തരം കുറുക്കുവഴികളിലൂടെ ഭരണം നിർത്താൻ നോക്കുന്ന പ്രാദേശിക പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കനത്ത തിരിച്ചടിയായിരിക്കും നൽകുക. ഈ സംഭവത്തിൽ പിടിക്കപ്പെട്ട 25 പേർക്ക് തമിഴ്നാട് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം നൽകി വിട്ടയച്ചു എന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു രാജ്യദ്രോഹ കുറ്റം നടന്നിട്ടും സാധാരണ ക്രിമിനൽ വകുപ്പുകൾ മാത്രം ചുമത്തി ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നത് ആരെ സഹായിക്കാനാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഈ കേസിന്റെ അന്വേഷണം പൂർണ്ണമായും NIAക്ക് കൈമാറണം. വ്യാജരേഖകൾ ചമച്ചതിനും വിദേശ പൗരത്വം മറച്ചുവെച്ച് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടതിനും ഇവർക്കെതിരെ കർശനമായ UAPA പോലുള്ള വകുപ്പുകൾ ചുമത്തണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം കള്ളങ്ങൾ ചെയ്യാൻ മറ്റാർക്കും ധൈര്യമുണ്ടാകാതാവൂ. ഭാരതത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കാൻ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ ശുദ്ധീകരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുക തന്നെ വേണം. വോട്ടർ പട്ടിക ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിന് ഇവിടുത്തെ ചില തമ്പുരാക്കന്മാർ നഖശിഖാന്തം എതിർത്തതിന്റെ കപട മുഖം കൂടിയാണ് ഈ വിമാനത്താവള അറസ്റ്റിലൂടെ ഇപ്പോൾ ജനമധ്യത്തിൽ തുറന്ന് കാട്ടപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഈ മണ്ണിലെ പൗരന്മാരാകണം. അല്ലാതെ വോട്ട് ചെയ്ത് കഴിഞ്ഞുടൻ വിദേശത്തേക്ക് പറക്കുന്ന ആളുകളാകരുത്, കള്ളന്മാരാകരുത്. ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട ഭരണ സംവിധാനങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ പോന്ന ഈ സംഭവത്തിൽ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ ശുദ്ധീകരണത്തിലൂടെയും കേന്ദ്ര ഏജൻസികളുടെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലൂടെയും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ്
ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.